എല്ലായിടത്തെയും പോലെ ഞങ്ങളും എന്താ റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് വരെ റേഷൻ കാർഡ് കണ്ടിട്ടില്ലാത്ത ഞാനാണ് ഇപ്പോൾ അത് നിർബന്ധമുള്ള കാരണം പോകേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റ കൂടെ ഉണ്ടായിരുന്നു. സനിക്കുട്ടി സ്കൂൾ വിട്ട് വന്ന ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ വെള്ളം കൂടി അത് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ജീരക സോഡയും നമ്മുടെ കുഞ്ഞാറ്റയ്ക്കും സനുവിനും മാംഗോ ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിതാ വാങ്ങിയപ്പോൾ തന്നെ പകുതിയൊക്കെ കുടിച്ചിതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വീട്ടിൽ താറാവും കോഴിയുള്ള കാരണം കുറച്ച് ഗോതമ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. റേഷൻ കടയിലേക്കൊക്കെ പോയി വന്നതിന് ശേഷം ഒരു ഈവനിങ് ടൈം ആയപ്പോൾ നമ്മുടെ അഖില വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രതീക്ഷിക്കാതെയുള്ള വരവ് തന്നെയായിരുന്നു കേട്ടോ രണ്ടുപേരുടെയും. അവർ നമ്മുടെ ഇവിടെ ചെറുതുരുത്തി പാർക്കിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വരവിൽ നമ്മുടെ ഇവിടേക്ക് അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്. എന്താ പറയുക, ഒന്ന് വിളിച്ച് പറയും കൂടി ചെയ്യാണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവിടെ എത്തണ നേരത്തെ ആയിരുന്നു ഇവർ വിളിച്ചു. പാർക്ക് എങ്ങനെയുണ്ട്? സൂപ്പറാ. ഞാനൊരുമാതിരി കരുവാളിച്ചിട്ട് ഇവിടെ അഖില ടിപ്പൊന്ന് പറഞ്ഞതാ. എന്തൊക്കെയോ പോത്ത് വാരി പൊത്തി തേച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് തീരെ വേണ്ടായിരുന്നില്ല. ഐശ്വര്യദേവത വന്നിരിക്കുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക്. പ്രതീക്ഷിക്കാതെ ഒന്നും പറയാണ്ടുള്ള വരവായ കാരണം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഫ്രിഡ്ജിലൊരു നാരങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാരങ്ങ വെള്ളം കലക്കിയിട്ടാണ് കൊടുത്തത്. ഇവർ ഈ പറയാണ്ടൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാ? മുൻകൂട്ടിയിട്ട് രാവിലെയൊക്കെ പറഞ്ഞു വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കായിരുന്നില്ല. ഇതിപ്പോൾ വെള്ളം മാത്രം കുടിച്ചു പോകേണ്ട അവസ്ഥ വന്നു കേട്ടോ. ഇതേ ഇവിടേക്ക് അരുണേട്ടൻ്റെ വീട്ടിലേക്ക് ഇവർ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ വീട്ടിലേക്ക് ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥലമൊന്നും വല്ലാണ്ട് അറിയില്ലായിരുന്നു. ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ട് പോലും അറിയാത്ത പാർട്ടികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലം എത്തുമ്പോൾ വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ആമിക്കുട്ടീനെ കണ്ടപ്പോൾ ഒരു മൈൻഡ് പോലും ചെയ്യാത്ത നമ്മുടെ കുഞ്ഞാറ്റേനെ കണ്ടോ. ഇതിപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അതല്ല ഏറ്റവും വലിയ രസം, ഇവർ വന്ന് കയറിയ പാടെ ഉള്ള കരണ്ടും കൂടി പോയി. അതുവരെ ഉണ്ടായിരുന്ന കരണ്ട് ഇവർ വന്നപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെ പോയി എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതും പറഞ്ഞിട്ട് നമ്മുടെ അഖിലേനെ ഫുള്ള് ട്രോളായിരുന്നു കേട്ടോ. നിങ്ങളിൽ ഒട്ടുമിക്ക പേരും നമ്മുടെ അഖിലയുടെ ചാനൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കോസ്മിക് കപ്പിൾ എന്നാണ് കേട്ടോ ഇവളുടെ ചാനലിൻ്റെ പേര്. പിന്നെന്താ പറയുക, നമ്മുടെ സബ്സ്ക്രൈബറും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. എനിക്കാണെന്ന് വെച്ചാൽ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയായിരുന്നു. എന്താ പറയുക, അവർ വിളിക്കാണ്ടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന തനി കോലത്തിലല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വീഡിയോ ഒന്നും എടുക്കണ്ട, പക്ഷെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആമിക്കുട്ടിക്ക് ഭയങ്കര സങ്കടാവലും കരച്ചിലൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടർ കഴിഞ്ഞപ്പോഴേക്കും എന്തേ നമ്മുടെ കുഞ്ഞാറ്റേനെ ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. അടുത്തിട്ട് പിന്നെ കുഞ്ഞാറ്റയുടെ കരച്ചിലായിരുന്നു. ഫുള്ള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കരച്ചിലോട് കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. അഖിലതേ ഇന്ന് ചെറുതായിട്ടൊന്ന് മടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, കറണ്ട് പോയിക്കല്ലേ, വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാതിരിക്കുന്നത്. ഞാൻ എടുക്കുന്നത് കണ്ടപ്പോൾ അതാ അസൂയ കയറിയിട്ടാണോന്ന് അറിയില്ല, വേഗം ഫോൺ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ഞാനിപ്പോൾ പ്രതീക്ഷിക്കാതെ ഇവർ വന്നതാണെങ്കിൽ ഒരുപാട് സന്തോഷമായി. ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ അവരൊന്ന് കയറിയില്ലോ, ഒന്ന് വിളിച്ചില്ലേ ചേച്ചി അവിടെ ഉണ്ടോ എന്നൊരു വാക്ക്, അതെന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ അഖിലേനെ ഞാൻ പരിചയപ്പെട്ട മുതൽ തന്നെ ഇന്ന് വരെ ആ ഒരു കൂട്ടി ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എനിക്ക് അവൾക്ക് ഒരേ സെയിം ഏജ് അല്ലെങ്കിൽ പോലും ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. പിന്നെ അതേ കുറേ കാര്യങ്ങളൊക്കെ തന്നെ പറയാം. അതിൻ്റെ ഇടയിൽ കുറേ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ തന്നെയുണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാച്ചവറായിട്ട് ഞങ്ങൾ ഇന്നൊന്നും മോണിറ്റൈസേഷൻ ആവില്ല. രണ്ടുപേരും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. രാവിലെ വായോ, നിങ്ങൾ ഈ പറയാണ്ട് വൈകുന്നേരം വന്നിട്ടൊക്കെ ഒന്ന് വീഡിയോയിൽ നേരെ വേണം വരാൻ പറ്റുണ്ടോ? നിങ്ങളൊക്കെ സുന്ദരിയോളായിട്ടാ വന്നേക്കണതേ. അമ്മ കണ്ടില്ലേ കൊറേ മുട്ടി അടിച്ചിട്ടാ വന്നേക്ക. അഖില വീട്ടിൽ പോയിട്ട് സാന്ദ്രേച്ചി പറഞ്ഞ എന്തായാലും നന്നായി. ഞാൻ നല്ല വെളുത്തിട്ടുണ്ടല്ലോ അവരൊക്കെ. ഇല്ല എന്തൊക്കെയാ വാരിപ്പോത്തുന്നുണ്ട്, വെളുത്തിട്ടുണ്ട്. എന്താന്നറിയില്ലേ, കൊറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പൊ കറുത്ത് കരിഞ്ഞ് കട്ട പോലെ ആയിട്ടുണ്ട്. എന്താ അതിന് പറയാ, ഏതൊരു സിനിമയിൽ പറഞ്ഞില്ലേ, ആ കറുത്ത് കരിക്കട്ട, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യേ അരുണേട്ടനും കൂടി വേണ്ടതായിരുന്നു അല്ലേ?
ശനിയാഴ്ച പോവാ. അമ്മ ആ, അമ്മ കൊടുക്കേ കൊടുക്ക്. ഉമ്മ കൊടുക്കലേ കുട്ടിക്ക് ഇത്രേ ക്ലിയർ ഉള്ളൂ. ആ അമ്മ അമ്മ കൊടുക്കലേ കുഞ്ഞാറ്റേ ഒരു ഉമ്മടുത്തെ കുഞ്ഞാറ്റിക്ക്. കുഞ്ഞാറ്റിക്ക് ഉമ്മടുത്തെ ഉമ്മടുത്തെ ഉമ്മടുത്തെ. ആ ഒരു മന്ന ആ പോട്ടെ ചോയ്ക്ക് പോട്ടെ ചോയ്ക്ക്. ലൈറ്റ് ഇടാത്തതിനെക്കാട്ട് വല്ലത് ലൈറ്റ് ഇല്ലാണ്ട് ഇങ്ങനെ ഫ്ലാഷ് ഇട്ടിരിക്കുന്നത്. ഞാന് ഒരു മന്ന മറ്റേ ഒരു മടുക്ക് പാവം ചെരുമന്ന എനിക്ക് ഇരിപ്പല്ല് നോക്കട്ടെ എത്ര പല്ല് എരിപ്പല്ല് ഡേഞ്ചർ. അപ്പോ മേലെ അഞ്ചാം കടിക്കാൻ പറയുമ്പോ കടിക്കാം അല്ലാണ്ട് ഞങ്ങള് വലിയ അഞ്ചത്ത് ഞങ്ങള് പല്ല് കാണിച്ച പല്ല് അല്ല ചെയ്യച്ചതാ ഓക്കെ പറ പൂച്ചായിട്ടിരിക്കണത് ഇതിപ്പോ ഇവിടെ എങ്ങനെ തന്നെയാ അവളുടെ വീട്ടിൽ വന്നതിന് ആരെങ്കിലും കണ്ട ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് ഒരു താറ്റ കൊടുത്ത വരുമ്പത്ത് ഇപ്പോഴാണോ അവര് കണ്ടു. അങ്ങനെ ദേ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. ആ പുറത്ത് നല്ല ഇരുട്ടാണ്. ഇതുവരെയായിട്ടും കറണ്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ടൈമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാറ്റി ആമിക്കുട്ടി നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ഉമ്മ കൊടുക്കലും കളിക്കലും ചിരിക്കലൊക്കെ തന്നെയായിരുന്നു. അത് പൊതുവേ അങ്ങനെ ആണല്ലോ പിള്ളേരുടെ. അത് സ്റ്റാർട്ടിങ്ങിലൊന്നും അവർ വന്നാൽ മിണ്ടോ കളിക്കോ ഒന്നും ചെയ്യില്ല. പോവാൻ നേരത്താവില്ല അവരെ കളിയും ചിരിയൊക്കെ. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റി ആമി ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ അഖിലിൻ്റെ ചാനലിൻ്റെ പേര് കോസ്മിക് കപ്പിൾ എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കൂടെ കൂട്ടണേ. കൊറേ പ്രതീക്ഷിച്ചു പക്ഷെ ഒന്നുമില്ല. കറണ്ട് വന്നിരിക്കണു. എന്താ പറയുക, അഖിൽ വന്നപ്പോൾ കറണ്ട് പോയി, അഖിൽ പോയപ്പോൾ കറണ്ട് വന്നു. ഹാ എന്തൊരു ഐശ്വര്യമല്ലേ. പിന്നെ ഇതാ അവർ അങ്ങനെ പോയിട്ടോ. പിന്നെ ഇതാ നമ്മുടെ കറണ്ടൊക്കെ വന്നപ്പോൾ നമ്മുടെ സനു ഫുള്ള് എഴുത്തിലായിരുന്നു. എന്താ പറയുക, സ്കൂളിൽ വിട്ട് വന്നപ്പോൾ അങ്ങനെ എഴുതാനൊന്നും പറ്റിയിട്ടുണ്ടെന്നില്ല. പിന്നെ ഇവരൊക്കെ വന്നല്ലോ, അത്യാവശ്യം ക്ലാസ്സിലേക്ക് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ട് വന്നപ്പോൾ വേഗം ഇരുന്ന് എഴുതി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നേരെ പോയി കിടന്നു തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.